ഹലോ ഓൾ. അപ്പോൾ നമ്മളിന്ന് SBCID എങ്ങനെ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം SBCID എക്സാം അപ്ലൈ ചെയ്യേണ്ട ടൈമാണ് അടുത്ത മാസം ഫസ്റ്റ് വീക്ക് വരെയാണ്, 4-ാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പം അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വർഷം ലാസ്റ്റോടെയോ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം ആദ്യത്തോടെയോ നമുക്ക് SBCID എക്സാം പ്രതീക്ഷിക്കാം. അപ്പം പ്രിലിംസ് മെയിൻസും കൂടെയാണോ അല്ലെങ്കിൽ ഒരു എക്സാം ആണോ എന്നുള്ളതും എല്ലാം നമുക്ക് വരും ദിവസങ്ങളിലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിലൊന്നും വ്യക്തത വന്നിട്ടില്ല. സിലബസ് ആയാലും ഈ ഒരു വർഷം പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി ലെവൽ എക്സാമാണ് SBCID. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് വെച്ചിട്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. സ്പെഷ്യൽ ടോപ്പിക്ക് കാര്യങ്ങളൊന്നും നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് വെച്ചിട്ടാണ് നമുക്ക് തുടങ്ങാനായിട്ട് പറ്റുക. അപ്പോൾ ഇപ്പം നിലവിൽ ഡിഗ്രിയിൽ പ്രിലിംസ് എക്സാം ഒരെണ്ണം ഫേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫേസ് കഴിഞ്ഞു, ഇനി എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പം നിങ്ങൾ SBCID അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് നിങ്ങൾ ഈ ഒരു എക്സാം കഴിഞ്ഞ് ആ ഒരു ടൈമിൽ തന്നെ ഉടനെ തന്നെ എന്ത് ചെയ്യുക, വീണ്ടും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ആ സെയിം സിലബസ് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഓൾറെഡി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടെ ഇവിടെ ആഡ് ഓൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് ടഫാണ്, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ ചാൻസ് ഇല്ല, കട്ട് ഓഫിലേക്ക് എത്താൻ ചാൻസ് ഇല്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ SBCIDക്ക് വേണ്ടിയിട്ടുള്ള പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ സെയിം സിലബസ് ആണ്. അപ്പോൾ സെയിം സിലബസ് തന്നെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തതുകൊണ്ട് ഒന്നുകൂടെ അതിനൊരു റിഫ്രഷ് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്ത് വിട്ടുപോയ ടോപ്പിക്സ് ഒന്നും കൂടി ഒന്ന് കവർ ചെയ്ത് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അപ്പം ഡിഗ്രി പ്രിലിംസിൻ്റെ സെയിം സിലബസ് തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാം മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു സിലബസ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു സിലബസിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് തുടങ്ങുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഹിസ്റ്ററി ആണോ ഓക്കെ എങ്കിൽ ഹിസ്റ്ററി വെച്ചിട്ട് തുടങ്ങുക, ജോഗ്രഫി ആണോ ഓക്കെ എങ്കിൽ ജോഗ്രഫി വെച്ചിട്ട് തുടങ്ങുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് വെച്ചിട്ട് വേണം എപ്പോഴും തുടങ്ങാൻ. അപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നും വെച്ച് തുടങ്ങാതിരിക്കുക. ഓക്കെ, ഏറ്റവും നല്ലത് എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു തുടങ്ങാം. പക്ഷേ ആദ്യം തുടങ്ങുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് മനസ്സുമടുത്ത് പോകുന്ന രീതിയിലുള്ള സബ്ജക്ട്സ് ഒന്നും വെച്ച് തുടങ്ങരുത്. ഓക്കെ, തുടക്കം എപ്പോഴും നന്നായിരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് തുടങ്ങാം. അതുപോലെ ഡെയിലി ടാർഗറ്റ് വയ്ക്കുക. ആ ടാർഗറ്റിനനുസരിച്ചിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ സിലബസിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററി ആയിരിക്കും ഓക്കെ ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ അത് വെച്ചിട്ട് തുടങ്ങുക. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും ഉടനെ പഠിക്കണം എന്നില്ല. അതിനുശേഷം മറ്റൊരു സബ്ജക്റ്റിലേക്ക് പോവുക, ജോഗ്രഫിയിലേക്ക് പോവുക, അല്ലെങ്കിൽ എക്കണോമിക്സിലേക്ക് പോവുക. ഓക്കെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സബ്ജക്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി 3 ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പഠിക്കാം. ഇനി അല്ലെങ്കിൽ പിന്നെ ജോഗ്രഫിയും ഇതുപോലെ തന്നെ ബേസിക്സ്, ഇന്ത്യ, കേരള. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ എക്കണോമിക്സ് ആയാലും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് അത് വെച്ചിട്ട് തുടങ്ങാം. ഇനി സിവിക്സിലേക്കൊക്കെ വരുമ്പോൾ വലിയ സിലബസ് ആണ്, ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട് സിവിക്സിൽ. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരുന്ന ഒരു ഏരിയയാണ്. കറണ്ട് അഫയേഴ്സിൽ ബ്ലെൻഡ് ആയിക്കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് സിവിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിവിക്സ് നല്ല സമയമെടുത്തിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് സിവിക്സ് ആണ് ഇഷ്ടമെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം അതിന് വേണ്ടി തന്നെ നിങ്ങൾ അലൗട്ട് ചെയ്യേണ്ട വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും എക്സാം പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഈ വർഷം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടെയൊക്കെയാണ്. അപ്പോൾ അതിനുള്ള സമയമുണ്ട് നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ ആ ഒരു സമയം കൊടുത്ത് തന്നെ സിവിക്സ് നല്ല രീതിയിൽ പഠിക്കുക. ഓരോ ടോപ്പിക്സിനായിട്ട് സ്പെഷ്യലായിട്ട് നോട്ടും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചേക്കുന്നതായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷനും ആർട്ടിക്കിൾസും കാര്യങ്ങളെല്ലാം പഠിക്കാതെ എന്തായാലും പോവില്ല. അപ്പോൾ ലക്ഷ്മികാന്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു നോട്ട്സോ, നിങ്ങളുടെ കയ്യിലുള്ള ഹാൻഡ് റിട്ടൺ നോട്ട്സോ ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് വെച്ചിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും തുടങ്ങാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തുടങ്ങുമ്പോൾ കൃത്യമായിട്ട്
നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും മിക്സ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ പൊളിറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വേണമെങ്കിൽ സിവിക്സിന് ശേഷം പൊളിറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അത് വെച്ചിട്ടായാലും നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് വരുന്ന ഒരു ഏരിയാസാണ് ഇനി വരുന്ന ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എന്താണ്, നിങ്ങളൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിൽ നല്ലത് നിങ്ങൾക്ക് PYQs യൂസ് ചെയ്യാം. ഓക്കെ, PYQs യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഏരിയ, അതുപോലെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അതുപോലെ സാഹിത്യമായാലും കൂടുതലും പുരസ്കാരങ്ങൾ, അവാർഡുകളൊക്കെ ആയിരിക്കും എക്സാമിന് വരുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ തന്നെ കവർ ചെയ്ത് പൊക്കോളൂ. അപ്പം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഏരിയ, സാഹിത്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ആ ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും പഠിച്ച് തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഓരോ ദിവസവും കറണ്ട് അഫയേഴ്സിൽ അത് ആഡ് ഓൺ ആവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ളത് ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോർഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും തുടങ്ങാം. ഓക്കെ, ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളം എടുക്കാം. അതിലാവുമ്പോൾ അധികം കറണ്ട് അഫയേഴ്സ് ഒന്നും ആഡ് ആവുന്നില്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ആഡ് ആവാത്ത സബ്ജക്ട്സ് ആണ് എപ്പോഴും തുടങ്ങാനായിട്ട് നല്ലത്. ഇംഗ്ലീഷും മലയാളം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, എല്ലാ എക്സാംസിനും അതേ കാര്യം തന്നെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടാവും ഇംഗ്ലീഷും മലയാളവും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അത് തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്തൊന്ന് ബ്രഷപ്പ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഗ്രാമറിനും വൊക്കാബുലറിക്കൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. മലയാളം ആണെങ്കിലും PYQs നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുക്കുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എടുക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ പ്രാക്ടീസ് കൊടുത്ത് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനി കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ ഇന്ന് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മൾ, അല്ലേ? അപ്പോൾ ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, കമ്പ്യൂട്ടറിന് കുറച്ച് ടൈം നിങ്ങൾ എക്സ്ട്രാ കരുതണം. ഇപ്പോൾ ഒരു 2-3 മാർക്ക് അതിൻ്റെയൊക്കെ ഒരു വെയിറ്റേജ് ആണ് കമ്പ്യൂട്ടറിന് വരുന്നത്. പക്ഷേ ആ ഒരു മാർക്ക് കളയാതിരിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ നമ്മൾ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറാണ് ഏറ്റവും ഇഷ്ടം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിന്നും, ഒരു IT ഫീൽഡിൽ നിന്നുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി സയൻസ് ആൻഡ് ടെക്നോളജി അടുത്തത്. ഇതും ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലേ? സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എപ്പോഴും കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള അഡീഷനാണ് വരിക. അപ്പോൾ സയൻസ് ആൻഡ് ടെക്കും ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും സ്റ്റാറ്റിക് ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ല. അതിൽ സ്റ്റാറ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് വെച്ച ശേഷം പിന്നീട് കറണ്ട് അഫയേഴ്സിൽ വരുന്നതായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസിന് വരാനുള്ള സാധ്യതയുള്ളത്. കൂടുതൽ ഫാക്റ്റുകൾ അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സയൻസ് ആൻഡ് ടെക്കും ഈ പറഞ്ഞ പോലെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട്, ഓക്കെ, കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കവർ ചെയ്ത് പോകേണ്ട ഒരു സബ്ജക്റ്റാണ് സയൻസ് ആൻഡ് ടെക്ക്. ഓക്കെ, ഇനി സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി. മാത്സിൻ്റെ കേസിൽ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ്. ഓക്കെ, നിങ്ങൾ ഏത് സബ്ജക്ട്സ് വെച്ച് തുടങ്ങിയാലും, ഈ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ഏത് വെച്ചിട്ട് തുടങ്ങിയാലും മാത്സിന് ഡെയിലി പ്രാക്ടീസ് കൊടുക്കുക. എല്ലാ ദിവസവും നിർബന്ധമായിട്ടും മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് മുതൽ എക്സാം ഡേറ്റ് വരെ എല്ലാ ദിവസവും മാത്സിന് പ്രാക്ടീസ് കൊടുക്കുക. കാരണം പ്രാക്ടീസ് കൊണ്ടാണ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് സമയമെടുത്തിട്ട് ആൻസർ ചെയ്യേണ്ടത് വരും. ഇപ്പോൾ എല്ലാത്തിനും ചിലപ്പോൾ ട്രിക്സും ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലതിന് കുറച്ച് കൂടെ ലോങ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആവശ്യമുള്ളതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഫാസ്റ്റായിട്ട് ചെയ്യുന്നവരില്ല. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് അങ്ങനെ എത്തുന്നത്? പ്രാക്ടീസോടെയാണ്. കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അങ്ങനെ എത്തുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തന്നെ മാത്സിന് ഡെയിലി പ്രാക്ടീസ് കൊടുത്തിട്ടാണ് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ മാത്സ് എന്താണ്, നിങ്ങൾ എന്ന് പ്രിപ്പറേഷൻ തുടങ്ങുന്നു അന്ന് പാരലായിട്ട് മാത്സ് തുടങ്ങാം. അന്ന് മുതൽ എക്സാം ഡേറ്റ് വരെ കംപ്ലീറ്റ് ആയിട്ട് മാത്സ് ഡെയിലി പഠിക്കണം. ഡെയിലി പ്രാക്ടീസ് ചെയ്തേ പറ്റും മാത്സ്. ഓക്കെ, മാത്സ് അതുപോലെ തന്നെ മാത്സും റീസണിങ് ഒരുമിച്ച് പഠിക്കുക. ഇനി ഇംഗ്ലീഷിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് തുടങ്ങാവുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ കാര്യം ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് വരുന്നത്. എക്സാമ്പിൾസും കാര്യങ്ങളും, റിപ്പോർട്ടർ സ്പീച്ച്, പാസീവ് വോയിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച്
ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അതുപോലെ ഫ്രേസൽ വെർബ്, ഇഫ് ക്ലോസുകൾ. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ സമയം ഇംഗ്ലീഷിന് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ റീജിയണൽ ലാംഗ്വേജ് ആയാലും മലയാളം ആയാലും PYQs റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങളാണ് ഈ സിലബസിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് വെച്ചിട്ട് തുടങ്ങാൻ പറ്റും എന്നുള്ളതിനെ പറ്റി പറയാനുള്ളത്. ഇനി ഏതൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലും, ഏതൊരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലും ഫസ്റ്റ് പഠിക്കേണ്ട 2 കാര്യം എന്താണ്? 1 സിലബസ് ആണ്, 2 PYQs ആണ്. ഓക്കെ, ഈ 2 കാര്യത്തെപ്പറ്റി ധാരണയില്ലാതെ ഒരു എക്സാമിന് നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു തുടക്കമെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും തുടങ്ങണമെങ്കിൽ എന്താണ് ഈ എക്സാം ഉദ്ദേശിക്കുന്നത്, ഓക്കെ, എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം തുടങ്ങി. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെങ്കിൽ, എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഉത്തരം പഠിച്ചാൽ മതിയല്ലോ, അല്ലേ? അപ്പോൾ അത്തരത്തിൽ ക്വസ്റ്റ്യൻസിനെ പ്രഡിക്റ്റ് ചെയ്തിട്ട് ആൻസേഴ്സിലേക്ക് എത്തുക. എങ്ങനെയാണ് ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരേ ഒരു വഴിയുള്ളൂ, PYQs നോക്കുക. ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ കുറേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു പാറ്റേൺ ചേഞ്ച് ഒക്കെ വന്ന ശേഷം ആയാലും, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ഓൺ ആയതിനു ശേഷമുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആയാലും നമുക്കുണ്ട്. അപ്പം അത്തരം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് ഏത് രീതിയിൽ നിന്നാണ്, ഏത് ഏരിയയിൽ നിന്നാണ്, ഓക്കെ, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ PYQ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. PYQ അനാലിസിസ് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു എക്സാമിന് ഞാൻ പോയിരിക്കുമ്പോൾ, എഴുതാനിരിക്കുമ്പോൾ ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക, എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളതെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ PYQ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ പറ്റിയും എടുത്ത് അനലൈസ് ചെയ്ത് അതിന് ഒരു മോക്ക് കൊടുത്ത് അത് ആൻസർ ചെയ്ത് നോക്കി എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏത് ഏരിയാസാണ് നിങ്ങളുടെ കോർ ഏരിയാസ്, ഏത് ഏരിയാസാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതെന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തി തന്നെ എക്സാമിന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? സിലബസ് നോക്കുക. സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് വിട്ടുപോകാതെ ഓരോ പോയിൻറ്സും പഠിക്കുക. ഇനിയിപ്പം നിങ്ങൾക്ക് സമയമുണ്ട് മുന്നോട്ട്, അപ്പോൾ ആ ഉള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊക്കെയാണോ നിങ്ങൾക്ക് മുന്നിലുള്ളത്, ഓക്കെ, ഏതൊക്കെ ടോപ്പിക്സ് ആണോ നിങ്ങൾക്ക് സിലബസിൽ ഓരോന്ന് സബ് ടോപ്പിക്സ് ആയിട്ടുള്ളത്, ആ ഓരോ സബ് ടോപ്പിക്സിൻ്റെയും നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഓരോ സബ് ടോപ്പിക്സിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്ന് പോകണം. ഒന്നും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്ത് തന്നെ പോവുക. ഇനി ഉള്ള സമയം ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ടൈമല്ലേ ആയിട്ടുള്ളൂ. ഇനി മുതൽ എക്സാം വരെയുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ പീക്ക് ടൈമാണ്. അപ്പോൾ ഈ സമയമുണ്ടല്ലോ എന്നല്ല വിചാരിക്കേണ്ടത്, സമയമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതിൽ സമയമുണ്ടല്ലോ പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിലല്ല, നമ്മുടെ കയ്യിൽ സമയമുണ്ട്, അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുക സിലബസ്, PYQ. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് തുടങ്ങി അത് തീർത്ത ശേഷം പിന്നീട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സിലേക്ക് വരിക. ലാസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്ട്സിലേക്ക് ലാസ്റ്റ് എത്തുക. പിന്നീട് എന്ത് ചെയ്യുക? ഒരു കോംപ്രഹെൻസീവ് റിവിഷൻ, എല്ലാ സബ്ജക്ട്സിൻ്റെ ഒരു കോംപ്രഹെൻസീവ് റിവിഷൻ. ഓക്കെ, ഇത്തരത്തിലാണ് നിങ്ങൾക്ക് SBCID എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ടുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് SBCID ക്ലാസ്സസ് നമ്മുടെ മിൻറ്റിൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ജൂൺ മുതൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ജൂൺ വരെയാണ് നമുക്ക്, ജൂൺ ഫസ്റ്റ് വീക്ക് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനുശേഷം തന്നെ നമുക്ക് SBCID ബാച്ച് തുടങ്ങും. അപ്പം എന്താണ് അഡ്മിഷൻസിൻ്റെ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വയറീസും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സസിൽ വരുമ്പോൾ കംപ്ലീറ്റ് ആണ്, ഡീറ്റെയിൽഡ് സിലബസിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫെസിലിറ്റിയും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ച് ഡെയിലി ആ ഒരു പ്ലാൻ അനുസരിച്ച് തന്നെ എന്താണ് ക്ലാസ്സസ് എങ്ങനെയാണോ പോകുന്നത് ആ പ്ലാൻ അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പഠനവും കൊണ്ടുപോകാം. എക്സാമിൻ്റെ ആ ഒരു ടൈം വരെ ആ കറക്റ്റായിട്ട് ആ ഒരു പാറ്റേണിൽ, ആ ഒരു ഫ്ലോയിൽ കാര്യങ്ങൾ പൊക്കോളും. അപ്പോൾ ഒരു കോച്ചിങ് എടുക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു നമുക്ക് അടുത്ത മാസം ബാച്ച് തുടങ്ങുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് SBCIDൻ്റെ ഇനി വരാതിരിക്കുന്ന എക്സാമിൻ്റെ പ്രിപ്പറേഷനെ പറ്റി, എങ്ങനെ തുടങ്ങാമെന്നുള്ളതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ സെഷനായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.